ലോക ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെന്ന വർഗത്തെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ അവനല്ലേ അവൻ്റെ കൂടപ്പുറപ്പിനെ കൊല്ലുന്നത്, അവനല്ലേ അവൻ്റെ വർഗത്തെ മുഴുവൻ തകർക്കുന്നത്, അധികാരങ്ങൾക്ക് വേണ്ടി കൊന്നു തള്ളി അധികാരം പിടിച്ചെടുക്കുന്നതും അവനല്ലേ, അവനിരുന്ന കൊമ്പ് മുറിക്കുന്നില്ലേ, അവന് ജീവിക്കുന്ന പ്രകൃതി തകർക്കുന്നില്ലേ? എന്തുകൊണ്ടത് അങ്ങനെ? അവനെ പരതന്ത്ര സ്വതന്ത്രനാക്കി ഭൂമിയിൽ വിട്ടു എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ വിട്ടത്? നന്മയും തിന്മയും എന്താണെന്ന് വേർതിരിച്ച് പഠിപ്പിക്കുന്ന ആളുകളെയും അവൻ്റെ പിറകിൽ വിട്ടു. അത് പഠിപ്പിച്ച് കഴിഞ്ഞ് അത് പഠിച്ച് അത് ഫോളോ ചെയ്താൽ നാളെ അവൻ മരിച്ചു പോയാൽ അവിടെ അതിനുള്ളൊരു തീരുമാനം എടുക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ആ ജീവിയായ മനുഷ്യൻ അങ്ങനെ വിട്ടത്. എന്നാൽ അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചല്ലേ കാക്കയും പൂച്ചയും കോഴി, കോടാനക്കോടിക്കണക്കിന് കടലിലും കരയിലും ആകാശത്തും ജീവികൾ. എന്താ അവരൊന്നും ചെയ്യാത്തത്? കാരണം അവർക്ക് പിന്നീട് മരിച്ചു പോയിട്ടൊരു തീരുമാനം ദൈവത്തിന് എടുക്കാനില്ല. അതുകൊണ്ട് അവർ ജീവിക്കുന്ന സ്ഥലത്തൊരു ബുദ്ധിമുട്ട് അവരിലൂടെ ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ടാണ് ആ ശരീരം അങ്ങനെ പടച്ചത്.